നമസ്കാരം. ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒഴിവു സമയങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു വീട്ടമ്മയെയാണ് ഇന്ന് ഹരിതം സുന്ദരം പരിചയപ്പെടുത്തുന്നത്. കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്തിൽ ചേലക്കോട്ടുകുളങ്ങരയിൽ ശ്രീലേഖ. ഒരേക്കർ വരുന്ന ഹരിതഭൂമിയിൽ നെല്ലും വാഴയും പച്ചക്കറിയും മീനും വർണ്ണമത്സ്യങ്ങളും പൈക്കളുമൊക്കെയായി കൃഷിയുടെ 70mm ക്യാൻവാസ് തീർക്കുകയാണ് ഈ വീട്ടമ്മ. വരൂ പരിചയപ്പെടാം ശ്രീലേഖയെ. പുതിയകാവിനടുത്ത് ചേലക്കോട്ടുകുളങ്ങര എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഓണാട്ടുകരയുടെ ഭൂവിഭാഗം തന്നെയാണ്. ഓണാട്ടുകരയുടെ വൈവിധ്യവും ഓണാട്ടുകര ഭൂമിയുടെ ചൈതന്യവുമെല്ലാം ഒത്തിണങ്ങിയ ഹരിതസുന്ദരമായൊരു ഭൂമികയാണ് ശ്രീലേഖയുടെ. പ്രധാനമായും 10 സെൻറ്റോളം വരുന്ന 2 കുളങ്ങളാണ് ഒരേക്കർ വരുന്ന ഈ ഭൂമിയുടെ ചൈതന്യം. പ്രാണവായു യഥേഷ്ടം പ്രഹരിക്കുന്ന ഈ കുളങ്ങളിൽ സമൃദ്ധമായി മത്സ്യകൃഷി ചെയ്യാനുള്ള സൗകര്യം നന്നായി പ്രയോജനപ്പെടുത്തുകയാണ് ഈ വീട്ടമ്മ. നമുക്കറിയാം, കുളങ്ങൾ നന്നായി വറ്റിച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നല്ല സൂര്യപ്രകാശം അടുപ്പിച്ച് വറ്റിച്ചെടുത്ത കുളത്തിൽ നന്നായി മത്സ്യകൃഷി ചെയ്യാൻ കഴിയും. കുളങ്ങളിൽ നന്നായി ചെയ്യാൻ കഴിയുന്ന കാർപ്പ് മത്സ്യങ്ങൾ തന്നെ ഇവിടെയും മുൻഗണന നൽകിയിരിക്കുന്നു. രോഹു, കട്ല, മൃഗാൽ തുടങ്ങിയ ഭാരതീയ കാർപ്പുകൾ, പുതുതായി ഈ രംഗത്തേക്ക് പ്രവേശനം ചെയ്ത നട്ടർ, മലേഷ്യൻ വാള ഉൾപ്പെടെയുള്ള മീനുകൾ, ഒപ്പം വർണ്ണ മത്സ്യങ്ങളും ചേരുമ്പോൾ ഈ കുളം സമൃദ്ധമായി മീൻ വിളയുന്ന ഒരു ഭൂമികയായി മാറും. കുളം നന്നായി ഒരുക്കുന്നതിലും ഒരു കലയുണ്ട്. സെൻറ്റിന് 4 കിലോ ചാണകം, 50 ഗ്രാം രാജ്ഫോസ്, 50 ഗ്രാം യൂറിയ ഇവയൊക്കെ ചേർത്ത് നന്നായി ഉഴുതുമറിച്ച് നേരത്തെ തയ്യാറാക്കി. അതോടൊപ്പം തന്നെ നിർവാളക്കുരു, മഹുവപ്പിണ്ണാക്ക് മുതലായവ അരച്ച് കലക്കി കുളത്തിലെ മീനിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളെ ഒഴിവാക്കും. തുടർന്ന് വെള്ളം കയറ്റി നീർനില എത്തിയാൽ മുകളിൽ 1 മീറ്റർ പൊക്കത്തിൽ വല വിരിക്കുകയായി. 4ാം പക്കം തന്നെ വെള്ളം കയറ്റി ജലം ഹരിതസുന്ദരമായാൽ മീനുകളെ ഇറക്കാം. ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട കാർപ്പിനങ്ങളായ രോഹു, കട്ല, മൃഗാൽ തന്നെയാണ് കൃഷി എന്ന് നേരത്തെ പറഞ്ഞു. തുടർച്ചയായി 6 മാസം വളർച്ചയിലാണ് വിളവെടുപ്പ്. ഒരു കൊയ്ത്തിനുള്ള മത്സ്യങ്ങൾ എപ്പോഴും ശ്രീലേഖയുടെ കുളങ്ങളിൽ ഉണ്ടാകും. വീശുവല നന്നായി ഒന്ന് വീശിയാൽ എപ്പോഴും ഒരു 10 കിലോയ്ക്കും 20 കിലോയ്ക്കും ഉൾപ്പെടെയുള്ള മത്സ്യസമ്പത്ത് വലയിൽ കുടുങ്ങുമെന്ന് ഉറപ്പാണ്. രോഹു, കട്ല, മൃഗാൽ, സൈപ്രസ് തുടങ്ങിയ മീനുകൾക്ക് കേരളത്തിൽ നല്ല ഡിമാൻഡുണ്ട്. ശുദ്ധജല മത്സ്യങ്ങളാണ്. അവയെ മൊത്തത്തോടെ എടുക്കാനുള്ള ഏജൻസികളുണ്ട്. കിലോയ്ക്ക് 150 മുതൽ 180 രൂപയിൽ കുറയാത്ത വില കിട്ടും. എന്നിവയെല്ലാം മീൻ കൃഷിയിലെ അനുകൂല ഘടകങ്ങളാണ്. കുളത്തോടനുബന്ധിച്ച് ചേർന്ന് കിടക്കുന്ന ഒരു പാടമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. നെല്ലും മീനും കൃഷി ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ നെല്ലിന് മീനോടൊപ്പം തന്നെ ഗുണം കിട്ടുന്ന രീതിയിലാണ് നെല്ലിൻ്റെ വിളവ് ഏതാണ്ട് 237% വർധന ഉണ്ടാകുന്ന രീതിയിലേക്കാണ് നെല്ലും മീനും കൃഷി ചെയ്യുന്നത്. പ്രായോഗികമായി ഒരു പുരയുടെ കൃഷിയിൽ സ്വീകരിക്കാവുന്ന ഒരു സമീപനമല്ല ഇതെങ്കിലും ഒരു വീട്ടമ്മ എന്ന നിലയിൽ ശ്രീലേഖ ഇക്കാര്യത്തിൽ നന്നായി വിജയിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് പൂവാലികൾക്കായി വലിയ ഒരു ഷെഡ് വരെ, ഒരു വലിയൊരു കൂടാരം തന്നെ പണിഞ്ഞിരിക്കുക. നാടൻ പശുക്കൾ, അതോടൊപ്പം തന്നെ വിദേശ ഇനങ്ങളായ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ, ജേഴ്സി, കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന സുനന്ദിനി പശുക്കൾ ഇവയെല്ലാം നിറച്ച് ഒരു ചെറുകുടുംബത്തിന് നന്നായി കഴിയാനും അതോടൊപ്പം തന്നെ ചെറുകിട വരുമാനത്തിനും ഉപകരിക്കുന്ന രീതിയിലാണ് പൂവാലികളുടെ കൃഷി. ഒരേക്കർ വരുന്ന ഹരിത സമൃദ്ധിയിൽ നിന്നും കനകം കൊയ്യുന്ന ശ്രീലേഖ എന്ന വീട്ടമ്മയെ പരിചയപ്പെടുന്നത് ഒരു സുഹൃതം കൂടിയാണ്. ശ്രീലേഖയെ ഞങ്ങളിങ്ങനെ കേരളത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നുണ്ടോ? അഭിമാനം തോന്നുന്നുണ്ട്. ഇപ്പം എത്ര വർഷമായി കൃഷി തുടങ്ങിയിട്ട്? 10 വർഷത്തോളം. 10 വർഷത്തോളം. ഈ 10 വർഷത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഈ കൃഷിയെ ഒന്ന് വിലയിരുത്തിയാൽ ഇത് മുമ്പോട്ട് കുതിക്കുകയാണോ അതേ ഒരു സ്ഥലത്ത് നിൽക്കുകയാണോ? മുമ്പോട്ട് തന്നെ പോവുകയാണ്. ആദ്യമേ പശുവിൽ നിന്ന് തുടങ്ങി ഇപ്പം എല്ലാ സംയോജിത കൃഷി ചെയ്യുന്ന എല്ലാ രീതിയിലും എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പം എല്ലാ രീതിയിലും എന്നെ ഈ കൃഷി രീതിയിൽ തന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? എനിക്ക് മത്സ്യകൃഷി
ശുദ്ധജല മത്സ്യകൃഷി ജില്ലാതല അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അക്ഷയശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം വീട്ടമ്മമാർ ശ്രീലേഖയുടെ ഈ കൃഷിയെ വളരെ അഭിമാനപൂർവ്വം നോക്കിക്കാണുകയാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഭർത്താവിനൊരു ജോലിയില്ല, അല്ലെ ഭർത്താവിൻ്റെ ഒരു വരുമാനം നിലച്ചു പോയാലും ഈ ഒരേക്കർ പറമ്പുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന രീതി ബിസിനസ് ആയിരുന്നു ഹസ്ബൻഡിന്. ആ ബിസിനസ് പോയപ്പോഴാണ് ഞങ്ങൾ കൃഷിയിലോട്ട് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ സഹായിക്കാൻ നല്ല രീതിയുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓണാട്ടുകരയിലെ ശ്രീലേഖയുടെ ഒരേക്കർ വരുന്ന ഹരിത സുന്ദരമായ ഭൂമിയിലെ നല്ല ഒരു വെറ്റക്കൊടി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, കൊടികൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ അടയാളങ്ങളാണ്, പ്രത്യേകിച്ചും വോട്ടെടുപ്പിൻ്റെ മറ്റു കാലത്ത്. എന്നാൽ ഓണാട്ടുകരയിൽ കൊടിയിൽ പോയി എന്ന് പറഞ്ഞാൽ നല്ല ഒരു വെറ്റക്കൊടി തോട്ടത്തിൽ പോയി നല്ലൊരു കർഷകനാണ് ഇയാൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അത് പുറത്ത് വിളംബരം ചെയ്യുന്ന രീതിയിൽ വളരെ സമൃദ്ധ സുന്ദരമായി നല്ലൊരു കൊടിത്തോട്ടം അവതരിപ്പിക്കുകയാണ് ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല തളിർ വെറ്റിലകൾ ഇങ്ങനെ തളിർത്ത് നമ്മളെ വന്ന് മൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. ഇവിടെ നല്ലൊരു കൊടി തോട്ടം സൃഷ്ടിക്കാൻ വേണ്ടി 4-5 വരുന്ന ഭൂമിയിലെ തന്നെ നല്ല പ്രകൃതിസുന്ദരമായി നിൽക്കുന്ന, പ്രകൃതിക്ക് അനുയോജ്യമായി നിൽക്കുന്ന നല്ല ചില മരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൊടിക്കായി പ്രത്യേക പന്തലൊരുക്കിയിരിക്കുന്നത്. സാധാരണ നാടൻ കൊടിത്തലകൾ തന്നെയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതെല്ലാം നാടൻ കൊടിത്തലകളാണ്. കാരണം ഇതിൻ്റെ ഏതാണ്ട് 5 മുതൽ 6 വരെ വരുന്ന മുട്ടുകൾ പുറത്തേക്ക് ചാഞ്ഞിരിക്കുന്ന ഈ വള്ളികൾ മുറിച്ചെടുത്ത് ഇങ്ങനെയുള്ള പണയിൽ കുത്തിവെച്ചിട്ടാണ് താഴെ കുഴിച്ചിട്ടാണ് ഇത് മുകളിലേക്ക് കയറ്റിവിടുന്നത്. അങ്ങനെ ഇതിൽ ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് മരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പന്തലാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പന്തൽ നമ്മൾ സാധാരണ പച്ചക്കറിക്ക് ഇടുന്ന പോലെ വിശാലമായി കുറുകെ കിടക്കുന്ന പന്തലല്ല, മുകളിലേക്ക് കൊടിക്ക് കയറിപ്പോകാൻ പറ്റുന്ന രീതിയിൽ അടയ്ക്ക മരത്തിൻ്റെ ചീളുകൾ കൊണ്ട് നെടുകയും കുറുകയും കെട്ടി മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയുന്ന രീതിയിലുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 6 മുട്ടുകളോളം വരുന്ന, ഇതൊക്കെ ഈ കൊടിയിൽ നിന്ന് പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇത്തരം വള്ളികൾ കൊടിത്തലകളായി വീണ്ടും കൊടികൾ സൃഷ്ടിക്കാനുള്ള, കൊടിയെ വളർത്താനുള്ള തണ്ടുകളായി, വിത്തുകളായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. 5 മുതൽ 6 വരെയുള്ള ഈ മുട്ടുകൾ മണ്ണിൽ കുഴിച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരടി പൊക്കത്തിൽ പണ കോരി ഉയരത്തിലാക്കിയതിനു ശേഷം അവയിൽ ചെറിയ ചാല് കീറി അതിൽ കൊടിത്തലയുടെ 6 മുട്ടോളം വരുന്ന കൊടിത്തലയിൽ ഏതാണ്ട് 3 മുട്ടോളം മണ്ണിനടിയിൽ വരുന്ന രീതിയിൽ കുഴിച്ചു വയ്ക്കുകയാണ് പതിവ്. തുടർന്ന് അത് നേരെ പന്തലിലേക്ക് കയറ്റിവിടും. ഏകദേശം 6 മാസത്തിനുള്ളിൽ തന്നെ ഈ കൊടി ഏതാണ്ട് 2 പൊക്കത്തിലാണ് പന്തൽ, 2 പൊക്കത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കൃഷിയുടെ വിരുത്. ഇതിനിടയ്ക്ക് ഏതാണ്ട് 6 മാസം എത്തിയാൽ നമുക്ക് ഇതിൽ നിന്ന് തളിർ വെറ്റില നുള്ളിയെടുക്കാം. വാണിജ്യ ആവശ്യത്തിനായി ചന്തകളിൽ എത്തിക്കുന്ന വെറ്റിലയുടെ കെട്ടിന് 80ഓളം വരുന്ന കെട്ടുകളാണുള്ളത്. ഏതാണ്ട് ഇത്രത്തോളം വരുന്ന, ഏതാണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഏതാണ്ട് ഒരു 6 ആൾ കുറുകെയുള്ള ഈ പന്തലിൽ ഏതാണ്ട് 3 കെട്ടോളം ആഴ്ചതോറും എടുക്കാൻ കഴിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ശ്രീലേഖയ്ക്ക് ഏതാണ്ട് 3 മുതൽ 4 വരെ കെട്ടുകൾ ഈ പന്തലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏതാണ്ട് അത്തരത്തിലുള്ള 1, 2, 3, 4, 5 പന്തലുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു കെട്ടിൽ ഏകദേശം 80ഓളം വെറ്റിലകളാണുള്ളത്. ആഴ്ചതോറും വെറ്റില എടുക്കുകയും അതോടൊപ്പം തന്നെ ആഴ്ചതോറും വളം വെറ്റിലയ്ക്കായി കുടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. വളത്തിനായി പ്രത്യേകം തയ്യാർ ചെയ്ത കടലപ്പിണ്ണാക്ക്, ഉണക്ക ചാണകം, ചാരം ഇവയൊക്കെ തന്നെ മിക്സ് ചെയ്ത് നല്ലൊരു മിശ്രിതമായിട്ടാണ് ഈ കൊടിയുടെ ചുവട്ടിൽ നിക്ഷേപിക്കുന്നത്. കൊടിക്ക് പൊതുവേ തന്നെ വലിയ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും തന്നെ ബാധിക്കാറില്ല. മാത്രവുമല്ല, ഒരു വ്യാഴവട്ടക്കാലം തുടർച്ചയായി നമുക്ക് ഇതിൽ നിന്ന് ആദായം തുടർച്ചയായി 12 വർഷക്കാലം, ശ്രീലേഖ തന്നെ പറയുന്നത് പ്രകാരം ഏതാണ്ട് 8 വർഷത്തോളം ആദായം തന്നുകൊണ്ടിരിക്കുന്ന കൊടിത്തലകളാണ് ഇവയെന്നാണ്. ഏതാണ്ട് 12 വർഷക്കാലം തുടർച്ചയായി ആദായം ഒരു കൊടിത്തോട്ടത്തിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേന്മയാണ്.
ഇതിലെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പാലൊരു പ്രധാനപ്പെട്ട വരുമാനം, മത്സ്യം ഒരു പ്രധാനപ്പെട്ട വരുമാനം. ഇതിൽ നിന്നൊക്കെ എത്രത്തോളം വരുമാനം കിട്ടും? പാലിൽ നിന്ന് ദിവസം എത്ര രൂപ കിട്ടും? പാലിൽ നിന്ന് 10, 300, 400, 500 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. അത് പിന്നെ ചിലവ് കഴിഞ്ഞിട്ട് നമുക്ക് 250, 300 രൂപ മീതി വെക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മത്സ്യകൃഷി ഇതിൻ്റെ ഒരു കൊയ്ത്ത് ചിലപ്പോൾ 6 മാസത്തിലൊരിക്കലൊക്കെ അല്ല, ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് വിതരണം കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഇതിനെ ഇട്ടിട്ട് കൂടെ വലിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വേണ്ടുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ രോഹുവിനെയും കട്ട്ലയും മൃഗാലിനെയൊക്കെ ആവശ്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്, കൊടുക്കാൻ കഴിയും. അതിനുവേണ്ടി ചെറിയൊരു നഴ്സറിയും ഉണ്ടാക്കി. അതുകൊണ്ട് വെറ്റക്കൊടിയുടെ ഒരു വരുമാനം, വെറ്റക്കൊടിയുടെ അത് ആഴ്ച വരുമാനം കിട്ടുന്ന നല്ലൊരു ഇതാണ്. ഇപ്പോൾ പിന്നെ പച്ചക്കറി കൃഷി കൊണ്ട് നമുക്ക് നല്ല നേട്ടം. കാബേജ്, കോളിഫ്ലവറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ശ്രീലേഖയുടെ കൃഷിയിടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിളയാണ് മധുരക്കിഴങ്ങ് എന്നറിയപ്പെടുന്ന സ്വീറ്റ് പൊട്ടറ്റോ. ഒരുപക്ഷെ അത്രയധികം കേരളത്തിൽ കൃഷി ചെയ്യപ്പെടാത്ത ഒരിനമാണ് മധുരക്കിഴങ്ങ് എന്ന സ്വീറ്റ് പൊട്ടറ്റോ. നമുക്കറിയാം, ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിളവെത്തുന്ന നല്ല ഒരു അന്നജമുള്ള കിഴങ്ങ് വർഗ്ഗ വിള തന്നെയാണ് മധുരക്കിഴങ്ങ്. കേരളത്തിൽ സാമാന്യം നല്ല ഡിമാൻഡുള്ള ഇനമാണ് മധുരക്കിഴങ്ങ്. എങ്കിൽ പോലും കൃഷി വളരെയധികം കുറവാണ്. ഓണാട്ടുകരയുടെ മണ്ണിൽ വളരെ സമൃദ്ധമായി മധുരക്കിഴങ്ങ് വിളയുമെന്നും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ശ്രീലേഖ. ഏതാണ്ട് പറമ്പിൻ്റെ 25 സെൻറ്റോളം വരുന്ന സമൃദ്ധ സുന്ദരമായ വാഴത്തോട്ടത്തിൽ, അതും നല്ല ടിഷ്യൂ കൾച്ചർ നേന്ത്രൻ വാഴകൾ, ഡോർഫ് കാവൻഡിഷ് ഇനത്തിൽപ്പെട്ട നേന്ത്രൻ വാഴകൾ നിൽക്കുന്നിടത്ത് ഇടവിളയായിട്ടാണ് മധുരക്കിഴങ്ങ് കൃഷി. ഒരുപക്ഷെ ശാസ്ത്രീയമായ പരിപാലന മുറകളിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലാത്ത, ഒന്നും തന്നെ അവലംബിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പരക്കെ വിശ്വസിച്ചു പോരുന്ന ഒരു ഇടവിള കൃഷിയാണ് വാഴത്തോട്ടത്തിനിടയിൽ മധുരക്കിഴങ്ങ് കൃഷി. പക്ഷേ അതെന്തായാലും വളരെ സമൃദ്ധമായി നന്നായി വിളയിക്കാൻ കഴിയും എന്ന് ശ്രീലേഖ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും ഈ വാഴത്തോട്ടത്തിനിടയിൽ ഇടവിളയായി ഏതാണ്ട് 120 ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായും നല്ല അന്നജമുള്ള മധുരക്കിഴങ്ങ് വിളയിച്ചെടുത്തിരിക്കുകയാണ് ഇവിടെ. നമുക്കറിയാം, ഇതിൻ്റെ ഒരു മേലാപ്പ്, അതായത് വാഴയുടെ വാഴയ്ക്ക് ശല്യമാകാത്ത രീതിയിൽ, വാഴയുടെ വളർച്ചയ്ക്ക് ശല്യമാകാത്ത രീതിയിൽ ഇതിൻ്റെ മേലാപ്പ് ഇടയ്ക്കിടെ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 2 മാസമാകുമ്പോഴേക്കും പൂർണ്ണമായും പടരുന്ന ഈ മേലാപ്പ് നന്നായി ഒരുക്കുമ്പോൾ അധികം വരുന്ന ഈ മേലാപ്പിൻ്റെ അവശിഷ്ടങ്ങൾ കാലികൾക്കും മറ്റും തീറ്റയായി നൽകാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടി ഈ കിഴങ്ങ് വർഗ്ഗ വിള കൃഷി ചെയ്യുമ്പോഴുണ്ട്. എന്തായാലും നന്നായി ഏതാണ്ട് 25 സെൻറ്റോളം വരുന്ന സ്ഥലത്ത് നന്നായി മധുരക്കിഴങ്ങ് വിളയിച്ച് എടുത്തിരിക്കുകയാണ് ശ്രീലേഖയുടെ കൃഷിയിടത്തിൽ. ഓണാട്ടുകരയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന നെല്ലിനമുണ്ട്, ചേറാടി. കടുത്ത ഉഷ്ണത്തെയും കൊടും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കുന്ന ഇനമാണ് ചേറാടി. മാസം എത്ര കഴിഞ്ഞാലും അനുയോജ്യമായ കാലാവസ്ഥയിൽ മാത്രം വിളവ് തരുന്ന ചേറാടി ഇനം ശ്രീലേഖയുടെ പറമ്പിലുണ്ട്. ഏതാണ്ട് 15 സെൻറ്റോളം വരുന്ന ഈ വയൽ കൃഷിയിൽ ശ്രീലേഖയെ സഹായിക്കുന്ന കൃഷി ഓഫീസർ തൊടിയൂർ കൃഷിഭവനിലെ ശ്രീമതി സൗമ്യ നമ്മോടൊപ്പമുണ്ട്. സൗമ്യയുമായി നെൽവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. ഈ ചേറാടി ഇനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ചേറാടി ഇനം ഒന്നാം വിളയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വയലിൽ വിതയ്ക്കാവുന്നതാണ്. ഇത് വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച്, അതായത് ആദ്യത്തെ സമയത്തുള്ളൊരു വരൾച്ച ഇത് താങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഓണാട്ടുകരയിൽ പ്രത്യേകിച്ചും 2ാം വിളയായിട്ട് മാത്രമാണ് ഇത് ചെയ്തു വരുന്നത്. 1ാം വിള സമയത്ത് തന്നെ നമ്മൾ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ നീളവും നെല്ലിൻ്റെ നീളവും ഉയർന്നു വരും. അതായത് മുട്ടുകൾ കൂടി ഉയർന്നു വരും. ഇത് എപ്പോഴും വെള്ളത്തിന് മുകളിൽ തന്നെ ഇത് നിൽക്കും. അങ്ങനെയാണ്. പക്ഷേ ഈ 2ാം വിള സമയത്ത് മാത്രമേ ഇത് വിളവ് തരികയുള്ളൂ. ആ സമയത്ത് മാത്രമേ നെൽക്കതിര് വരുന്നുള്ളൂ. ഒരു വൃശ്ചികം ധനു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കൊയ്തെടുക്കാനും സാധിക്കും. സാധാരണഗതിയിൽ കർഷകർ കൃഷി ചെയ്യുന്ന ജ്യോതി, ഉമ മുതലായ നെല്ലിനങ്ങൾ കേവലം 4 മാസം കൊണ്ട് തന്നെ വിളവ് തരുമ്പോൾ ചേറാടി കുറച്ചുകൂടി
സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഈ തൊടിയൂർ മേഖലയിൽ പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് കൂടുതൽ ലാഭമാണ്. നെല്ലിനേക്കാൾ കൂടുതൽ ലാഭം കച്ചിയാണ്, വൈക്കോല് കിട്ടുന്നു എന്നുള്ളതാണ് വരുന്നത്. അതായത് ഒന്നാം വിള സമയം കഴിയുമ്പോഴത്തേക്കും ഒന്നാം വിളയുടെ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് ഇവിടെ കൊയ്ത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, വെള്ളമായിരിക്കും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കച്ചി മാത്രമായിട്ട് ഇവർ കൊയ്തെടുക്കാറുണ്ട്. കച്ചിയാണ് ഇവർക്ക് കൂടുതൽ, നെല്ലിനേക്കാൾ കൂടുതൽ ലാഭകരമായി ഇതിൽ നിന്ന് കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും ഈ കച്ചി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് വളർന്ന് വന്നിട്ട് വിളവ് രണ്ടാം വിള സമയമാകുമ്പോഴത്തേക്കും വിളവ് തരും. അപ്പോൾ ഒരു സമഗ്ര പുരയുടെ കൃഷിയിൽ ഏറ്റവും യോജിച്ച, അതെ അതെ, പ്രത്യേകിച്ച് ഈ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായ രീതിയിൽ മോഡൽ പ്ലോട്ട് അഥവാ മാതൃകാ തോട്ടമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ മത്സ്യം കൂടാതെ തന്നെ നെല്ലും അതുപോലെ തന്നെ മറ്റുള്ള വിളകളും പച്ചക്കറി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷി രീതികളും ഇവിടെ തുടർന്ന് വരുന്നുണ്ട്. അതോടൊപ്പം സൗമ്യ, നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ജൈവ കൃഷി. അപ്പോൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച ഒരു നെല്ലാണ് ഇതെന്ന് പറയാൻ കഴിയും? അപ്പോൾ തീർച്ചയായും പറയാൻ കഴിയും. കാരണം ഇവിടെ നിന്നും ഈ ചാണകവും അതുപോലെ തന്നെ ഈ ഫിഷിൻ്റെ വേസ്റ്റും മീനിൻ്റെ വേസ്റ്റും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കീടനാശിനികൾ യാതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ചാഴി പോലുള്ളത് പോലും നമ്മൾ തുരത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് പോലെയുള്ള ജൈവ കൂട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു നെല്ലിൻ്റെ വരമ്പിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു കുളമാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിളവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ആ ഒരു കാഴ്ചയിൽ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ വളർന്നു വരുന്ന രീതി ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ആ സമയത്ത് ഒന്നാം വിള സമയത്ത് ഇവരെ മുറിച്ചെടുത്തതും നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. വിളവിൽ തീർച്ചയായിട്ടും വ്യത്യാസം. ചേറാടിക്ക് പൊതുവേ ഈൽഡ് കുറവാണ്. നമ്മുടെ ബാക്കിയുള്ള ഹൈൽഡിങ് വെറൈറ്റീസ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ജ്യോതി ഉമയൊക്കെ അപേക്ഷിച്ച് വിളവ് കുറവാണ്. ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട്. സാധാരണ നെല്ലിനെ ബാധിക്കുന്ന ഈ ചാഴിശല്യം അതൊക്കെ ഇതിൻ്റെ വലുതായിട്ട് ഇവിടെ ഇല്ല, ഇതിനകത്ത് വലുതായിട്ട് വരുന്നില്ല. ചേറാടി പൊതുവേ തന്നെ ഒരുവിധം റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സമ്പ്രദായം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അധികം കുഴപ്പങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇതിനകത്ത്. ഇപ്പോൾ കേരളത്തിൽ പൊതുവേ ഈ വെള്ളക്കെട്ടുള്ള, ഇപ്പോൾ ശ്രീലേഖയുടെ ഈ കൃഷിയിടം പോലെ തന്നെ വെള്ളക്കെട്ട് സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ്. തീർച്ചയായും പ്രത്യേകിച്ച് ഈ ഓണാട്ടുകര ഏരിയയിൽ ഈ ഒരു ആര്യൻപാടം കിഴക്ക് പടിഞ്ഞാറ് ഈ ഭാഗങ്ങളിലൊക്കെ ഭൂരിഭാഗവും ചെയ്തു വരുന്നത് ചേറാടി തന്നെയാണ് കൃഷി ചെയ്തു വരുന്നത്. ചേറാടിയുടെ ഒരു രുചി എങ്ങനെയാണ് അത് നമുക്കൊന്ന് അറിയണമെന്നുണ്ട്. മറ്റ് സാധാരണ നെല്ലിനങ്ങളും ഈ ജൈവ കൃഷിയിൽ ചെയ്ത ചേറാടിയും തമ്മിലുള്ള ഒരു അങ്ങനെ ജൈവ കൃഷിയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും രുചി വ്യത്യാസമുണ്ട്. അത് എന്നെക്കാളും കൂടുതൽ ഇവർക്ക് തന്നെ പറയാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് ഇവരിപ്പോൾ ഉപയോഗിക്കുന്നത് ചാണകം തന്നെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നന്ദി കൃഷി ഓഫീസർ ഞങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ച്. ഇപ്പോൾ ഈ ശ്രീലേഖയുടെ ഈ കൃഷി രീതിയൊക്കെ അറിഞ്ഞ് ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഫിഷറീസ് ആക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അന്നേരം നമ്മളും 100 കർഷകരുമായിട്ട് നിരന്തരം ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീലേഖയുടെ ഈ കൃഷി മാതൃക കണ്ട് പരിചയപ്പെട്ട് ഈ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരോട് ശ്രീലേഖ എന്താ പറയാനുള്ളത്? നമ്മൾ എല്ലാ കൃഷിയും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നഷ്ടവും നമുക്ക് വരുന്നില്ല. എല്ലാ കൃഷിയും ഒത്തൊരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അന്നേരം പശുവും ഒന്നേ നമുക്കൊരു പരാജയം വന്നാൽ അടുത്തതേ നമുക്ക് നിർത്താൻ കഴിയുന്നുണ്ട്. അത് എല്ലാ കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോയി കൃഷിയുടെ സ്വർഗ്ഗങ്ങൾ കീഴടക്കാൻ ശ്രീലേഖ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.